ഇനി നമുക്ക് പഠിക്കാനുള്ളത് റിഫ്ലക്സ് പ്രവർത്തനം അഥവാ റിഫ്ലക്സ് ആക്ഷൻ ആണ്. റിഫ്ലക്സ് പ്രവർത്തനം അഥവാ റിഫ്ലക്സ് ആക്ഷൻ. അപ്പോൾ എന്താണ് ഈ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഒരു വസ്തുവിൽ, ചൂടുള്ള വസ്തുവിൽ കൈ തൊടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൈയാണ്ട് വലിക്കും അല്ലേ? അതേപോലെ പിന്നെ നമ്മൾ കാലിൽ മുള്ളു കുത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കാല് വലിക്കുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ബോധപൂർവം അല്ലാതെ ഉണ്ടാകുന്ന ഇത്തരം ചില പ്രതികരണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ, റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. ദ ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവേർഡ്സ് ദ സ്റ്റിമുലൈ. യാദൃച്ഛികമായിട്ടും അതേപോലെ അനൈച്ഛികമായും സംഭവിക്കുന്ന ചില പ്രതികരണങ്ങളെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട്, നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്നതാണ് ഇത് റിഫ്ലക്സ് ആക്ഷൻ. അതിന് ശേഷമാണ് നമുക്കതിനെ പറ്റിയിട്ടുള്ളൊരു ബോധം ഉണ്ടാവുക. ഇത് കാലിൽ മുള്ളു കുത്തിയതാണ് അല്ലെങ്കിൽ ചൂടുള്ള വസ്തുവാണെന്നൊക്കെ അതിന് ശേഷമാണ് നമുക്കതിനെ പറ്റിയുള്ളൊരു ബോധം ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളെയാണ് നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ അഥവാ റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കാലിൽ മുള്ളു കുത്തുക, അതേപോലെ ചൂടുള്ള വസ്തുവിൽ കൈ തട്ടുക, അതേപോലെ നമുക്ക് കണ്ണിലേക്ക് എന്തെങ്കിലും വസ്തുക്കൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ണ് പെട്ടെന്ന് അടയ്ക്കും അല്ലേ? ഇപ്പോൾ ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് ചിമ്മും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അതും എന്ത് തന്നെയാണ്? റിഫ്ലക്സ് ആക്ഷനാണ്. അതേപോലെ നല്ല ചൂടുള്ള ബിരിയാണിയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആഹാര വസ്തുക്കൾ നമ്മുടെ മുന്നിൽ വെച്ചാൽ നമ്മളുടെ വായിൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? ഉമിനീർ ഉൽപ്പാദിപ്പിക്കും. അതും എന്താണ്? റിഫ്ലക്സ് ആക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്ന ചില പ്രതികരണങ്ങളെയാണ് നമ്മളിതെന്ന് പറയുക? റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? ദ ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവേർഡ്സ് ദ സ്റ്റിമുലസ് ആർ കോൾഡ് reflex action. The accidental and involuntary responses towards stimulus are called reflex action. ഈ റിഫ്ലക്സ് ആക്ഷനിൽ പിന്നെ ഈ ഇമ്പൾസ് ഇങ്ങനെ കടന്നു പോകണം. ആ കടന്നു പോകുന്ന ആ ഒരു പാത്ത്, വഴിയെ പറയുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. റിഫ്ലക്സ് ആർക്ക് ഈസ് ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് ആക്ഷനിൽ ആ സന്ദേശങ്ങളൊക്കെ കടന്നു പോകുന്ന സഞ്ചാരപാതയെ പറയുന്ന പേരാണ് എന്താ? റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ആകസ്മികമായും അതേപോലെ അനൈച്ഛികമായും സംഭവിക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ഒരു റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ ആവേഗങ്ങളുടെ സഞ്ചാരപാത അറിയപ്പെടുന്നത് റിഫ്ലക്സ് ആർക്ക് എന്ന പേരിലാണ്. അപ്പോൾ റിഫ്ലക്സ് ആക്ഷൻ അഥവാ റിഫ്ലക്സ് പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായല്ലോ. റിഫ്ലക്സ് ആക്ഷൻ അഥവാ റിഫ്ലക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദ ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസസ് ടുവേർഡ്സ് ദ സ്റ്റിമുലൈ ആർ കോൾഡ് റിഫ്ലക്സ് ആക്ഷൻ. വളരെ പെട്ടെന്ന് ആകസ്മികമായും അനൈച്ഛികമായും സംഭവിക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ. ഇതിൽ തന്നെ റിഫ്ലക്സ് ആർക്ക് ഈസ് ദ പാത്വേ ഓഫ് ഇമ്പൾസസ് ഇൻ ദ റിഫ്ലക്സ് ആക്ഷൻ. റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ ആവേഗങ്ങൾ സഞ്ചരിക്കുന്ന പാത എന്ന് പറഞ്ഞാൽ വഴിയെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റിഫ്ലക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഈ റിഫ്ലക്സ് ആർക്കിലെ എന്തൊക്കെ ഭാഗങ്ങളാണ് നോക്കൂ. എന്തൊക്കെയാണ് അതിലുള്ളത്? ഇതൊക്കെയല്ലേ കാണുന്നത്? റിഫ്ലക്സ് ആർക്കിൽ ഒന്നാമത്തെ ഭാഗമാണ് റിസെപ്റ്റർ അഥവാ ഗ്രാഹി. രണ്ടാമത്തത് സെൻസറി ന്യൂറോൺ അഥവാ സംവേദ ന്യൂറോൺ. പിന്നെ ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ അഥവാ പ്രേരക ന്യൂറോൺ, റിലേറ്റഡ് മസിൽസ് ബന്ധപ്പെട്ട പേശികൾ. അപ്പോൾ റിഫ്ലക്സ് ആർക്കിലെ ഭാഗങ്ങൾ ഫ്ലോ ചാർട്ടാക്കി എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്രമത്തിൽ തന്നെ പഠിക്കാം. റിസെപ്റ്റർ, സെൻസറി ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ, റിലേറ്റഡ് മസിൽ. ഗ്രാഹി, സംവേദ ന്യൂറോൺ, ഇന്റർ ന്യൂറോൺ, പ്രേരക ന്യൂറോൺ, ബന്ധപ്പെട്ട പേശികൾ. ഇത്രയുമാണ് നമ്മുടെ റിഫ്ലക്സ് ആർക്കിൻ്റെ ഭാഗങ്ങൾ. ഇപ്പോൾ നോക്കൂ, ചിത്രത്തിൽ നമ്മൾ ആ ഗ്രാഹി അഥവാ റിസെപ്റ്റർ എന്ന് പറയുന്നത് നമ്മൾ ആ തൊടുന്ന ഭാഗമാണ്. ഗ്രാഹി അഥവാ റിസെപ്റ്റർ. ആ റിസെപ്റ്ററാണ് അവിടെ സ്റ്റിമുലസ് എല്ലാം ഉണ്ടാക്കുന്നത്. പിന്നീട് സംവേദ ന്യൂറോൺ.
ഇതെന്ത് ചെയ്യുന്നു? ക്യാരീസ് ഇമ്പൾസസ് ടു ദ സ്പൈനൽ കോഡ്, സുഷുപ്നയിലേക്ക് ആവേഗങ്ങളെ എത്തിക്കാൻ സഹായിക്കുന്നു. പിന്നെ ഇൻ്റർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് കണക്ട്സ് സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. സംവേദ ന്യൂറോണിനെയും പ്രേരക ന്യൂറോണിനെയും ബന്ധിപ്പിക്കുന്നതാണ് ആര്? ഇൻ്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. ഇറ്റ് ജനറേറ്റ് ക്വിക്ക് റെസ്പോൺസസ്, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന്, പെട്ടെന്നുള്ള പ്രതികരണങ്ങൾക്ക് സഹായിക്കുന്നത് ആരാണ്? ഇൻ്റർ ന്യൂറോൺ ആണ്. പിന്നെ മോട്ടോർ ന്യൂറോൺ അഥവാ പ്രേരക ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാരീസ് ദ ഇൻഫോർമേഷൻ ഫ്രം ദ സ്പൈനൽ കോഡ് ടു റിലേറ്റഡ് മസിൽസ്. സുഷുപ്നയിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു അറിവിനെ, ആവേഗങ്ങളെ ബന്ധപ്പെട്ട പേശികളിലേക്ക്, മസിലിലേക്ക് എത്തിക്കാൻ, റിലേറ്റഡ് മസിൽസിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ആരാണ്? മോട്ടോർ ന്യൂറോൺ ആണ്. അപ്പോൾ റിലേറ്റഡ് മസിൽ എന്ന് പറഞ്ഞാൽ വിഡ്രോസ് ദ ഹാൻഡ് ബൈ ദ ആക്ഷൻ ഓഫ് ദ മസിൽ. അത് നമ്മൾ പ്രതികരിക്കാൻ സഹായിക്കുന്ന ഭാഗം. ഇപ്പോൾ കൈ മടക്കുക എന്ന് പറഞ്ഞാൽ ആ മടക്കാൻ സഹായിക്കുന്ന പേശികളാണ് ഇത് റിലേറ്റഡ് മസിൽസ് എന്ന് പറയുന്നത്. അപ്പം അത്രയും ഭാഗങ്ങളാണ് ആർക്കുള്ളത്? ഒരു റിഫ്ലെക്സ് ആക്ഷനിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, റിഫ്ലെക്സ് ആക്ഷൻ. ഇനി ഈ റിഫ്ലെക്സ് ആക്ഷനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. അപ്പം ഭൂരിഭാഗം റിഫ്ലെക്സ് ആക്ഷനെയും നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണെന്ന് പറഞ്ഞു. പക്ഷേ സ്പൈനൽ കോഡ് മാത്രമല്ല, നമ്മുടെ സെറിബ്രവും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സെറിബ്രം കൺട്രോൾ ചെയ്യുന്ന റിഫ്ലെക്സ് ആക്ഷനെ പറയുന്ന പേരാണ് സെറിബ്രൽ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. സെറിബ്രൽ റിഫ്ലെക്സ് ആക്ഷൻ കൺട്രോൾഡ് ബൈ സെറിബ്രം ഈസ് കോൾഡ് സെറിബ്രൽ റിഫ്ലെക്സ്. അതേപോലെ റിഫ്ലെക്സ് ആക്ഷൻ കൺട്രോൾഡ് ബൈ സ്പൈനൽ കോഡ് ഈസ് കോൾഡ് സ്പൈനൽ റിഫ്ലെക്സ്. സുഷുപ്ന നിയന്ത്രിക്കുന്ന റിഫ്ലെക്സ് പ്രവർത്തനങ്ങളാണ് സ്പൈനൽ റിഫ്ലെക്സ്. പിന്നെ സെറിബ്രം നിയന്ത്രിക്കുന്ന റിഫ്ലെക്സ് പ്രവർത്തനങ്ങളാണ് സെറിബ്രൽ റിഫ്ലെക്സ്. അതിന് ഉദാഹരണങ്ങളോട് പഠിച്ചു വയ്ക്കണം. സ്പൈനൽ റിഫ്ലെക്സിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാലിൽ മുള്ളു കുത്തിയാൽ കാല് വലിക്കുന്നത്, അതുപോലെ കയ്യിൽ ചുരുള വസ്തു കഴിഞ്ഞാൽ നമ്മൾ കൈ പിൻവലിക്കുന്നതൊക്കെ സ്പൈനൽ റിഫ്ലെക്സിന് ഉദാഹരണമാണ്. അതേപോലെ സെറിബ്രൽ റിഫ്ലെക്സിന് ഉദാഹരണമാണ് കണ്ണ് ചിമ്മുന്നത്. കണ്ണിലേക്ക് പ്രകാശം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കണ്ണിലേക്ക് വന്നു കഴിഞ്ഞാലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ണ് ചിമ്മുന്നു, അല്ലേ? വെൻ ലൈറ്റ് സഡൻലി ഫാൾസ് ഓൺ അവർ ഐസ്, അല്ലെങ്കിൽ വെൻ ഓബ്ജക്ട്സ് മൂവ് ടുവേർഡ്സ് ദം, എന്ത് സംഭവിക്കും? വി ബ്ലിങ്ക് അവർ ഐസ്, നമ്മുടെ കണ്ണുകൾ ചിമ്മുന്നു. അപ്പോൾ അതെന്താണ്? ഒരു സെറിബ്രൽ റിഫ്ലെക്സ് ആണ്. ബ്ലിങ്കിങ് ഓഫ് ഐ എന്ന് പറയുന്നത് ഒരു സെറിബ്രൽ റിഫ്ലെക്സ് ആണ്. അതേപോലെ സലൈവേഷൻ, വെൻ വി സീയിങ് എ ടേസ്റ്റി ഫുഡ്, രുചിയുള്ള ആഹാര വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ വായിൽ ഉമിനീരുണ്ടാകുന്നത് ഒരു സെറിബ്രൽ റിഫ്ലെക്സ് ആണ്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാറുണ്ട്, സെറിബ്രൽ റിഫ്ലെക്സും സ്പൈനൽ റിഫ്ലെക്സും. സെറിബ്രൽ റിഫ്ലെക്സ് ആൻഡ് സ്പൈനൽ റിഫ്ലെക്സ്. അപ്പോൾ റിഫ്ലെക്സ് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലെക്സ് ആർക്ക് എന്താണ്? റിഫ്ലെക്സ് ആർക്ക്, അതിലെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? 2 തരം റിഫ്ലെക്സ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ അത്രയും ഭാഗമാണ്. അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കണം. പിന്നെ അതേപോലെ ഇൻ്റർ ന്യൂറോൺ. എന്തൊക്കെയാണ് ഇൻ്റർ ന്യൂറോണിൻ്റെ ധർമ്മം? അതായത് സംവേദ ന്യൂറോണിനെയും പ്രേരക ന്യൂറോണിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇൻ്റർ ന്യൂറോൺ. കണക്ട്സ് ദ സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നു. ജനറേറ്റ്സ് ക്വിക്ക് റെസ്പോൺസസ്. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാനാണ് ഇൻ്റർ ന്യൂറോൺ സഹായിക്കുന്നത്. ഇതും 1-2 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഫംഗ്ഷൻ ഓഫ് ഇൻ്റർ ന്യൂറോൺ എന്ന് പറഞ്ഞിട്ട്. ഇൻ്റർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ സംവേദ ന്യൂറോണുകളെയും അതേപോലെ പ്രേരക ന്യൂറോണുകളെയും ബന്ധിപ്പിക്കുന്നു. ഇറ്റ് കണക്ട്സ് ദ സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ ആര് സഹായിക്കുന്നു? ഇൻ്റർ ന്യൂറോൺ സഹായിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് റിഫ്ലെക്സ് പ്രവർത്തനം അഥവാ റിഫ്ലെക്സ് ആക്ഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്.